നീ എപ്പോഴാണ് നിന്റെ വീട്ടിലോട്ട് പോയത്? ഇവൾക്ക് തോന്നുമ്പോ പോകുന്നു, തോന്നുമ്പോ വരുന്നു. അതിന് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞതാ. എന്നിട്ടും അനുസരിക്കാൻ ഇവള് തയ്യാറല്ല. എനിക്ക് മുത്തശ്ശിയൊന്ന് കാണുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാ പോയത്. ഇടയ്ക്കിടയ്ക്ക് പോയി മുത്തശ്ശിയെ കാണാതെ നിനക്ക് അവിടെ തന്നെ പോയി സ്ഥിരമായിട്ട് അങ്ങ് താമസിച്ചൂടെ? ഇവരുടെ ഉപദേശം കേട്ടിട്ട് വരുന്ന നീയെ ഈ വീടിനും വീട്ടിലുള്ളവർക്കും ദോഷം ചെയ്യും. ഇനി എന്റെ കുഞ്ഞ് ആരെയും ദ്രോഹിക്കില്ല. ഇവളീ വീട് നന്നായിട്ട് നോക്കാനും എല്ലാരെയും സ്നേഹിക്കാനും ഒക്കെയാ തിരിച്ചു വന്നിരിക്കുന്നത്. അതിനിടയ്ക്ക് ഇവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് അതെല്ലാവരും ഒന്ന് ഓർത്താ നന്ന്. അതുകൊണ്ടാ പറഞ്ഞത് ഇവളുടെ പ്രസവം വരെ ഇവളെ കൊണ്ടുപോയി നന്നായിട്ട് നോക്കിക്കോളാൻ. ഇവളിവിടെ ഉണ്ടാക്കുന്നതൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ ഇവൾക്ക് വേണ്ടി മാത്രം എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് തോന്നിയാലും ആ സമയത്ത് എനിക്ക് എന്റെ കുഞ്ഞുങ്ങളുടെ അച്ഛന്റെ മുഖം ഓർമ്മ വരും. വിശ്വേട്ടനെ കൊന്നത് ഇവളുടെ അച്ഛനാണെന്ന് ഓർത്തു കഴിഞ്ഞാലേ പിന്നെ ഇവൾക്കൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ശരിക്കു പറഞ്ഞ അമ്മയാകാൻ പോകുന്ന നേരത്ത് എല്ലാവരും എന്റെ മോളെ വെറുക്കുക. അങ്ങനെ വെറുക്കാതിരിക്കണമെങ്കിലേ ഇവളുടെ സ്വഭാവം മാറ്റണം. സ്നേഹത്തോടെ അടുത്തു കൂടിയിട്ട് വീട്ടിനകത്തുള്ളവരെ കൊല്ലാൻ നോക്കരുത്. ഇന്നലെ വരെ ഇവളുടെ എല്ലാ തോന്നിവാസത്തിനും കൂട്ടി നിന്നവളാ ഞാൻ. ഇനി പക്ഷെ അത് പ്രതീക്ഷിക്കണ്ട. എനിക്ക് ഉണ്ണിയോടൊന്ന് സംസാരിക്കണം. ഒന്ന് വരുമോ മോനെ? ചെല്ലടാ ചെല്ല്. ഇവക്ക് കൊടുത്തതിന്റെ ബാക്കി ഉപദേശമാ, നീയും കൂടെ കേൾക്ക്. അമ്മ കേൾക്കാൻ പാടില്ലാത്തായിട്ട് എന്താ നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളത്? മോനൊന്ന് വാ മോനെ. ചെല്ലടാ, സ്നേഹത്തോടെ വിളിക്കല്ലേ, ചെല്ല്. ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. നിനക്ക് തോന്നുമ്പോഴൊക്കെ ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റില്ല. അതനുസരിക്കാമെങ്കിൽ മാത്രം ഇവിടെ നിന്നാ മതി. ഉണ്ണിക്കുട്ടാ, നിന്നോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോ നിനക്കെന്താടാ പുറത്തോട്ട് വരാനൊരു മടി പോലെ? ഓ, നിങ്ങൾ എന്താന്ന് വെച്ചാ പറ. എന്താണ് നിന്റെ മുഖത്തൊരു പുച്ഛം? എന്റെ വീടും പറമ്പും മുഴുവൻ എഴുതി വാങ്ങിച്ചിട്ട് നിനക്കിപ്പോ നഷ്ടപരിഹാരം കൂടെ വേണം അല്ലടാ? എനിക്ക് മാത്രമല്ല, എന്റെ വീട്ടിലുള്ള എല്ലാവർക്കും വേണം. ഓഹോ, എന്നാലും നിനക്കാണ് നിർബന്ധമെന്ന് കരുണമോൾ എന്നോട് പറഞ്ഞല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അവള് ചൂടാറും മുമ്പേ നിങ്ങളുടെ അടുത്ത് ഒന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു സീനുണ്ടാക്കിയാ അതിന്റെ നഷ്ടം നിങ്ങൾക്കായിരിക്കില്ല, അവൾക്ക് തന്നെ ആയിരിക്കും. എന്റെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കാൻ വേണ്ടിട്ടാണ് നിനക്ക് ഞാൻ ഇതെല്ലാം കൂടെ എഴുതി തന്നത്. പൊന്നുപോലെ നോക്കുന്നൊന്നും ഞാൻ എഴുതി തന്നിട്ടില്ല. അവളെ ഞാൻ നോക്കുന്നുണ്ട്, അത്രേ എന്നെ കൊണ്ട് പറ്റൂ. നീ എന്തോ നോക്കിയെന്നാ ഈ പറയുന്നത്? അവൾക്ക് കൊതിയുള്ളതൊന്നും നിന്റെ അമ്മ ഉണ്ടാക്കി കൊടുക്കുന്നില്ലെന്ന് അവള് തന്നെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അവൾക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലുമൊക്കെ പറയുമ്പോ നീ അവൾക്ക് വാങ്ങിച്ചു കൊടുക്കണ്ടേടാ. അതിന് നിങ്ങൾ എനിക്ക് കുറച്ച് പ്രോപ്പർട്ടിയും തന്നു, സ്വർണവും തന്നു, അല്ലാതെ പൈസയായിട്ടും തന്നില്ലല്ലോ. എടാ, ഞാൻ തന്ന സ്വർണത്തിന് തന്നെ ഇപ്പൊ 1 കോടിയിൽ കൂടുതൽ വിലയുണ്ട്. അത് വിറ്റാ തന്നെ നിന്റെ കയ്യിൽ നല്ലൊരു സംഖ്യ വരത്തില്ലേ? അതിന്ന് കുറച്ചെടുത്ത് നിനക്ക് അവൾക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാമല്ലോ. അവളിപ്പോ അമ്മയാൻ പോകുന്നെന്ന് അറിയിച്ചിട്ടല്ലേ ഉള്ളൂ. ഇനിയും കുറച്ച് മാസം കൂടെ കടന്നു പോകാനുണ്ട്. പിന്നെ കുഞ്ഞ് ജനിക്കുമ്പോ അതിനെ നന്നായിട്ട് നോക്കണ്ടേ? ഇനി ജനിക്കുന്നത് പെൺകുഞ്ഞാണെങ്കിലേ 10-20 വർഷം കഴിയുമ്പോ അതിന് എന്തെങ്കിലുമൊക്കെ കൊടുത്തു വേണ്ടേ? അതിനൊക്കെ ഇപ്പോഴേ ഒരു കരുതൽ വേണം. എന്റെ അമ്മോ, നിന്നെ പോലെ അടവും തന്ത്രവും പഠിച്ച ഒരുത്തനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്, എന്നെക്കാളും അടവും തന്ത്രങ്ങളൊക്കെ അറിയാവുന്ന ഒരാളെ. അയാളുടെ പേരാണ് ജയിൽ പുള്ളി പ്രതാപചന്ദ്രൻ, എന്റെ അമ്മായച്ചൻ. നിർത്തടാ, നിനക്ക് നിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് അവനിതൊക്കെ ചെയ്തത്. 10-20 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അച്ഛനെ ലോറി ഇടിച്ച് കൊന്നതും ഞങ്ങൾക്ക് വേണ്ടിട്ടായിരുന്നോ?
ആ അന്ന് അവള് കൈക്കുഞ്ഞായിരുന്നല്ലോ. എനിക്ക് 3-4 വയസ്സേ ഉണ്ടായിരുന്നു. അന്നേ അറിയായിരുന്നോ ഞാൻ അവളെ കല്യാണം കഴിക്കുന്നു? എന്റെ പൊന്നുണ്ണിക്കുട്ട, എനിക്ക് നിന്നോട് തർക്കിക്കാനൊന്നും വയ്യ. നിനക്ക് ഞാൻ സ്വത്തും പണവും തന്നത് എന്റെ മോള് പോലും അറിഞ്ഞിട്ടില്ല. അതെല്ലാം എഴുതി വാങ്ങിച്ചിട്ട് നീ അവളെ വെറുതെ കഷ്ടപ്പെടുത്തരുത്. തിരിച്ചു കൊണ്ടുവന്ന് എന്റെ വീട്ടിൽ നിർത്തരുത്. അതൊക്കെ അവളുടെ സ്വഭാവത്തിനനുസരിച്ചിരിക്കും. അവൾക്ക് അനുസരണ വേണം. അതില്ലെങ്കിലേ ഞാൻ ചിലപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊക്കെ ചെയ്തെന്നിരിക്കും. ഒരിത്തിരി പൊന്നല്ലാതെ ലക്ഷ്മിക്ക് ഞങ്ങൾ ഒന്നും കൊടുത്തിട്ടില്ല. കല്യാണത്തിന് അവൾ ഇട്ടിരുന്ന സ്വർണ്ണം എല്ലാം നിന്റെ ഏട്ടൻ അവക്ക് കൊടുത്തതാ. എന്നാൽ അതുപോലെയല്ല കർണമോളെ ഞങ്ങൾ ഇങ്ങോട്ട് വിട്ടത്. 150 പവൻ കൊടുത്തിട്ടാ. അത് മാത്രമല്ല, ഇപ്പൊ എന്റെ എല്ലാ സ്വത്തുക്കളും നിനക്ക് ഞാൻ തന്നു കഴിഞ്ഞു. എന്നിട്ടും നീ കർണമോളെ നോക്കേണ്ട രീതിയിൽ നോക്കിയില്ലെങ്കിൽ അത് ദൈവം പോലും പൊറുക്കത്തില്ല കേട്ടോ. ഓ, നിങ്ങളുടെ മോന് നിങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ ദൈവം പൊറുക്കുമല്ലോ. വെറുതെ ഓരോന്ന് സംസാരിച്ച് മുഷിയാതെ നിങ്ങൾ വന്ന പോലെ പോവാൻ നോക്ക്. പതുക്കെ. അങ്ങനെ നമ്മൾ കാത്തിരുന്ന കുഞ്ഞുമായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലെത്തി. ഇനി കുറച്ചു ദിവസം കഴിഞ്ഞാലേ ഈ വീട് മൊത്തത്തിലൊന്ന് മോടി പിടിപ്പിക്കണം. കുഞ്ഞിനെ നൂലിട്ട് വരല്ലേ? പതുക്കെ. അന്ന് കണ്ട സിദ്ധയായ അമ്മ പറഞ്ഞത് മോളുടെ ജനനം ഏറ്റവും നല്ല സമയത്താണെന്നാ. ഒരുപാട് രാജയോഗങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. മോളുടെ ദോഷസമയം ഇയാളുടെ വയറ്റിൽ കിടക്കുമ്പോഴായിരുന്നെന്നും ആ അമ്മ വെളിപ്പെടുത്തി. കുഞ്ഞ് ജനിക്കാതിരിക്കാൻ നിങ്ങളുടെ രണ്ടാളുടെ ശത്രുക്കള് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തല്ലോ. അതുകൊണ്ട് ഇപ്പൊ എന്തായി? കുഞ്ഞ് ജനിച്ചപ്പോ തന്നെ കൊലയാളികൾ രണ്ടും അകത്തായില്ലേ? വാമദേവനും പ്രതാപനും കൂടിയാണ് എന്റെ അച്ഛനെ കൊന്നതെന്ന് ഉണ്ണിയും മഞ്ജുവും അവരുടെ അമ്മയൊക്കെ അറിഞ്ഞില്ലേ? എതിരാളികളെയൊക്കെ തകർത്തുകൊണ്ടാ എന്റെ മോളുടെ വരവ്. താൻ വാ. ഒരുപാട് നേരം നിൽക്കാൻ നടക്കുന്നു ചെയ്യരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വാ. കണ്ണട്ടനെ പോലെ തന്നെ. ഒരുപാട് സ്നേഹിക്കണ്ട. നൂലിട്ട് കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കേണ്ടതാ. നീ വിഷമിക്കണ്ട. കണ്ണനും മഹിയും അധിക ദൂരത്തിലല്ലോ താമസിക്കുന്നത്. എങ്കിലും അവര് പോകുന്ന വീടിനെ കുറിച്ച് ഓർക്കുമ്പോ ഒരു വിഷമം പോലെ. ഉണ്ണിയുടെ അമ്മയ്ക്ക് നല്ല മാറ്റമുണ്ടെന്നല്ല കണ്ണൻ പറഞ്ഞത്. അതൊക്കെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റുമെന്ന് തോട്ടാ? നിൽക്കക്കള്ളിയില്ലാതെ വരുമ്പോ അവർക്ക് നന്നായി അഭിനയിക്കും. ഒരവസരം വന്നു കഴിഞ്ഞാ
യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കുകയും ചെയ്യും. എന്നുവെച്ച് എല്ലാ കാലവും അമ്മയും കുഞ്ഞും ഇവിടെ നിൽക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റുമോ? നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു വന്നത് 2-3 മാസം കഴിഞ്ഞ് തിരിച്ചു പോവാനാ. മഹിയെ കണ്ട് കൂടുതൽ എടുത്തതിന് ശേഷം ആ തീരുമാനം മാറ്റിയത്. പിന്നെ മഹി അമ്മയാൻ പോകുന്നുള്ള വാർത്ത അറിഞ്ഞതോടെ പോകാനുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞു. ഇനി ഈ കൺമണിയെ വിട്ടിട്ട് നമ്മൾ എങ്ങനെ പോവും അനന്തോട്ടാ? അറ്റാച്ച്മെന്റ് കൂടുന്നതും പ്രശ്നമാണല്ലേക്കെ. അതും വേദനയാ. കണ്ണം പണ്ട് മുതലേ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം. മഹി വന്നതോടെ അതിന്റെ തീവ്രത കൂടി. അവരകന്നു പോകുന്നത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അനന്തോട്ടാ. നിന്റെ അച്ഛനേക്കാളും മൂല്യം ഉണ്ടോടാ കൊലപാതകിയുടെ സ്വത്തിന്? ഇനി കേസ് നടക്കുമ്പോഴേ അവനൊക്കെ തൂക്കുകയറ് കിട്ടരുത്. പകരം ഇരട്ട ജീവപര്യന്തം കിട്ടണം. ഇനിയുള്ള കാലം അത്രയും അവനൊക്കെ ജയിലിൽ തന്നെ കിടക്കണം. അതോടൊപ്പം തന്നെ അമ്മയ്ക്ക് ഞങ്ങൾ മക്കൾക്കും കിട്ടാനുള്ള നഷ്ടപരിഹാരം കിട്ടുന്നോണ്ട് എന്താ കുഴപ്പം? നല്ലൊരു എമൗണ്ട് ഉണ്ടാവും. അച്ഛൻ പോയി, ഇനി അവന്റെയൊക്കെ നക്കാപ്പച്ച കിട്ടിയിട്ട് എന്താ പ്രയോജനം? അത് തന്നെയാ ഞാനും ചോദിക്കുന്നത്. അതൊക്കെ നമുക്ക് നഷ്ടപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? 10-22 കൊല്ലം മുമ്പ് നടന്ന സംഭവം. അത്രയും കാലത്തെ മുതലും പലിശ ഉൾപ്പെടെ വലിയൊരു തുക നമുക്ക് കിട്ടണം. നീ ഇപ്പോഴും സ്വത്തിനെയും പണത്തിനെയൊക്കെയാ സ്നേഹിക്കുന്നല്ലേ? പ്രതാപനെയും വാമദേവനെയും കുത്തുവാള എടുപ്പിക്കാൻ അവനെയൊക്കെ കൊണ്ട് പണം ഒരുപാട് മുടിപ്പിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ നഷ്ടപരിഹാരമായിട്ട് കോടതി വലിയൊരു തുക വിധിച്ചാലും ആ തുക ഏതെങ്കിലും അനാഥാലയത്തിന് കൊടുക്കണമെന്നാ എന്റെ ആഗ്രഹം. എനിക്കൊന്നുമില്ല, കാര്യമായിട്ടൊന്നും. ഏട്ടന്റെ വിഹിതം അനാഥാലയത്തിന് കൊടുത്തോ. പക്ഷേ എനിക്ക് കിട്ടേണ്ടത് എന്റെ സമ്പാദ്യം. ആ സമ്പാദ്യം എന്തിനാടാ നിനക്ക്? ഇവനിപ്പോ അച്ഛൻ മരിച്ചതുപോലും നന്നായെന്ന് കരുതുന്ന കൂട്ടത്തില. അതുകൊണ്ടല്ലേ വലിയൊരു തുക നഷ്ടപരിഹാരമായിട്ട് ആവശ്യപ്പെടുന്നത്. കോടതിക്ക് പോലും അത് തരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് തടയുന്നത്? ആ പണം എനിക്ക് ദഹിക്കാത്ത പണമാണ്. പക്ഷെ എനിക്ക് നന്നായിട്ട് ദഹിക്കും. നിനക്ക് ദഹിക്കും. നീ നിന്റെ ഏട്ടനായി എന്നെ പോലും കൊന്നിട്ട് സ്വത്ത് നേടണമെന്ന് ആഗ്രഹിക്കുന്നവനല്ലേ? എടാ, കണ്ണം പറഞ്ഞതാ ശരി. ആ പണം നമുക്ക് ആവശ്യമില്ല മോനെ. ഇവന് വേണമെങ്കിൽ എടുത്തോട്ടമ്മേ. ഇവൻ ജീവിക്കുന്ന തന്നെ സമ്പത്തിന് വേണ്ടി മാത്രമാ. അതല്ലാതെ ഇവൻ ഈ ലോകത്ത് ആരോടും സ്നേഹവും കടപ്പാടും ഇല്ല. അതിന് പ്രതീക്ഷിക്കാൻ വേണ്ട. എല്ലാം കേട്ടോണ്ട് ഇവിടെ നിൽക്കായിരുന്നോ? കേട്ടല്ലോ പറഞ്ഞത്. കോടതി വിധിക്കുന്ന നഷ്ടപരിഹാര തുകയ്ക്ക് വേണ്ടി കാത്തിരിക്കുക നിന്റെ ഭർത്താവ്. അച്ഛനെയും നിന്റെ മുത്തശ്ശിയും കണ്ടായിരുന്നല്ലോ നീ ഒരുപാട് അഹങ്കരിച്ച് നടന്നേ. എന്നാ ഇനി പ്രതാപന്റെ സമ്പാദ്യം വട്ടം പൂജ്യമാവാൻ പോവുക. കാര്യമായിട്ട് കേസ് നടക്കുകയാണെങ്കിൽ നിന്റെ അച്ഛന്റെയും മുത്തശ്ശിയുടെയും സകല സമ്പാദ്യവും നഷ്ടപ്പെടും. നിന്നെ തിരികെ ഈ വീട്ടിൽ കയറ്റി എന്നുവെച്ച് നിന്റെ അച്ഛനോടും എന്റെ അമ്മാവനോടും ഒരു ദയം കാണിക്കില്ല.
ഇങ്ങോട്ട് വന്നത്? ദേ, എന്റെ കൺമുന്നിൽ അധികം നിക്കരുത്. കാണി കാണാൻ കൊള്ളാത്തവളാ, എന്റെ കണ്ണിന് പിടിക്കാത്തവളാ. കടന്നു പോയിക്കോ. പോടി. എടാ, നിനക്ക് വേണ്ടതൊക്കെ കണ്ണം തരും. അതുകൊണ്ട് നീ അവൻ പറയുന്നതൊക്കെ കേട്ട് ജീവിക്കുന്നതാ നല്ലത്. കണ്ണേട്ടനും അമ്മയ്ക്കും ഒന്നും നഷ്ടപരിഹാരം വേണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ലല്ലോ. എന്നാ എനിക്ക് താല്പര്യമുണ്ട്. നിന്റെ അച്ഛനും എന്റെ അമ്മാവനും തരുന്ന നഷ്ടപരിഹാര തുക മാത്രമല്ല, ഞാൻ ആഗ്രഹിച്ച സ്വത്ത് മുഴുവൻ എനിക്ക് കിട്ടണം. എന്റെ തറവാട്ട് വക സ്വത്തുക്കള്. അതൊക്കെ ഇനി കിട്ടുമെന്ന് ഉണ്ണിയേട്ടന് തോന്നുന്നുണ്ടോ? എന്റെ പ്രതീക്ഷ ഇപ്പോഴും അസ്തമിച്ചിട്ടില്ല. എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം, എന്റെ തലച്ചോറ് നന്നായി പ്രവർത്തിക്കുന്നിടത്തോളം കാലം ഞാൻ എന്ത് മോഹിച്ചോ അതൊക്കെ നേടിയെടുക്കാൻ വേണ്ടി എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യും. എന്റെ അച്ഛനെ കൊണ്ട് ഭിക്ഷ എടുപ്പിക്കോ നിങ്ങള്? എന്റെ അച്ഛനെ കൊന്നവനല്ലേ, അപ്പോ അയാളെ തെണ്ടിത്തിരിയുന്നത് എനിക്ക് സന്തോഷം തന്നെയാ. ഉണ്ണിയേട്ടന്റെ അച്ഛനാണെന്നും പറഞ്ഞാണോ 10-20 വർഷം മുൻപ് എന്റെ അച്ഛൻ അത് ചെയ്തത്? അല്ലെങ്കിൽ തന്നെ അച്ഛനെ കൊണ്ടത് ചെയ്യിച്ചതല്ലേ? നിങ്ങളൊക്കെ എത്രയോ തവണ നിങ്ങളുടെ ഏട്ടനെ ഏട്ടത്തെയൊക്കെ കൊല്ലാൻ നോക്കിയിട്ടില്ലേ? ഓരോന്ന് പറഞ്ഞ് നീ എന്നെ നാവടപ്പിക്കാൻ നോക്കണ്ട. എന്നെ സംബന്ധിച്ചിടത്തോളം പണമില്ലാത്തവന് ജീവിതമില്ല. എല്ലാ ബന്ധങ്ങളുടെയും അടിസ്ഥാനം സാമ്പത്തികം തന്നെയാ. അതുകൊണ്ട് എനിക്ക് ആര് സ്വത്തും പണവും തരാമെന്ന് പറഞ്ഞാലും ഞാൻ അവരെ സ്നേഹിക്കും, അവർക്കൊപ്പം നിൽക്കും. പിന്നെ നമ്മുടെ രണ്ടുപേരും പേരില ബാങ്കിൽ ലോക്കർ എടുത്തിരിക്കുന്നത്. ഒരു കാരണവശാലും ഞാനില്ലാത്തപ്പോ പോയി ഒപ്പിട്ട് സ്വർണ്ണം എടുക്കരുത്. അതെന്താ അങ്ങനെ? നീ ആ സ്വർണ്ണമൊക്കെ എടുത്ത് നിന്റെ അച്ഛന്റെ കേസ് നടത്തില്ലെന്ന് ആർക്കറിയാം. മിക്കവാറും അതൊക്കെ വേണ്ടി വരും. കേസ് നടത്താനും നഷ്ടപരിഹാര തുക തരാനും. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് നഷ്ടപരിഹാരം വാങ്ങാതിരുന്നൂടെന്ന്. അതൊരിക്കലും പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി അതേപറ്റി കൂടുതൽ സംസാരമൊന്നും വേണ്ട. എന്റെ ഏട്ടനത് വേണ്ടെന്ന് വെക്കാം, ഏട്ടന്റെ ചെലവിൽ കഴിയുന്ന അമ്മയ്ക്കും. എന്നാലേ എന്റെ കാര്യം അങ്ങനെയല്ല. ഇപ്പൊ ഒരു മാസാമാസം തരുന്ന ശമ്പളം കൂടി എടുത്തു കളഞ്ഞാലേ പിന്നെ എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥയാ. അപ്പോഴും വീട് നോക്കുന്നത് കണ്ണേട്ടനല്ലേ? അതുകൊണ്ട് കാര്യമല്ല. എന്തെങ്കിലും ആവശ്യം വരുമ്പോ അത് നടത്താനുള്ള പണം നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. എന്നിട്ട് അങ്ങനെ നടത്തുന്നുണ്ടോ? കയ്യിലിരിക്കുന്ന കാശുകൊണ്ട് ഇതുവരെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഉണ്ണിയേട്ടാ? എന്നോട് വെറുതെ തർക്കിക്കാൻ നിൽക്കാതെ നീ പോവാൻ നോക്ക്. എനിക്ക് ഇത്തരം കാര്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ താല്പര്യമില്ല. പിന്നെ നിന്നെ ഞാൻ കല്യാണം കഴിച്ചതേ നിന്റെ ചന്തം കണ്ടിട്ടൊന്നുമല്ല, നിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിട്ട് തന്നെയാ. 5 ക്വാറി, 6-7 ലോറികൾ, കണ്ണായ സ്ഥലത്ത് പറമ്പുകൾ, അതൊക്കെ ശരിക്കും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെയാ കരുണാലയത്തിലെ പ്രതാപചന്ദ്രന്റെ മോള് എന്റെ ഭാര്യ ആയിക്കോട്ടെ എന്ന് ഞാൻ കരുതിയത്. അതൊക്കെ കേസ് നടത്തി പോവെങ്കിൽ ആ കേസിന്റെ അവസാനം കോടതി വിധിയില് വലിയൊരു നഷ്ടപരിഹാരം ഞങ്ങൾക്ക് തരാന്ന് വെച്ചാ അതിങ്ങ് പോരട്ടടി. അതൊരു നല്ല കാര്യമല്ലേ? ഇനി നിന്റെ അച്ഛനും മുത്തശ്ശിക്കൊക്കെ ഒരു ജീവിതവും ഇല്ല. എല്ലാം വിറ്റുപെറുക്കിയിട്ട് ഏതെങ്കിലും അനാഥാലയത്തിൽ പോയി കിടക്കട്ടെ.
അല്ലെങ്കിൽ തന്നെ വാർദ്ധക്യ അനാഥാലയത്തിൽ കൊടുക്കുന്ന കാലമാണിത്. പിന്നെ അവര് മാത്രം എന്തിനാ അതിനൊരു അപവാദമാവുന്നത്? അവരും അനാഥാലയത്തിൽ കിടന്ന് മരിക്കട്ടെ. എല്ലാം കഴിയുമ്പോൾ നമുക്ക് പോയി അവരുടെ കർമ്മങ്ങൾ നടത്താം.